പറയാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷം വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പം ചെറിയൊരു അപ്ഡേറ്റ് തരാം അല്ലെ. നമ്മളെ പ്ലസ് ടുവിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രീ ആയി നിൽക്കുവാണ്. ഇന്നലെ കഴിഞ്ഞു. ഇത് ചെറിയ അൻഷികക്ക് മോക്ക് ഇന്നൊരു എക്സാം പേരല്ല, ഞാൻ മൂന്നെന്ന് വിളിക്കണോ അൻഷിക വിളിക്കണോ കൺഫ്യൂഷൻ ഉണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചാ എന്റെ മുഖം ഇങ്ങനെ വീർത്തടക്കണ്ട. അപ്പൊ അല്ലെ ക്ലാരിറ്റി കുറവാണ്. ഈ കാറിൽ വെക്കുമ്പോഴത്തേക്ക് ക്ലാരിറ്റി കുറവ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അപ്പൊ മോക്ക് ഇനി ഒരു എക്സാം കൂടി ഉണ്ട്. അത് കഴിഞ്ഞ വെക്കേഷൻ ആയി. പിന്നെ നിനക്ക് അപ്പം കൊറേ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ മോളിതാ മുടിയൊക്കെ മുറിച്ച് ആൺകുഞ്ഞിനെ പോലെ റെഡിയാക്കി നിൽക്കുകയാണ്. വേറൊന്നും പറയാനൊന്നുമില്ല. നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് ഒരു ഉൾപ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. സംഭവം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ദോശന്റെ ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. സാധനം കൊടുത്ത് അവിടെ ഏൽപ്പിച്ചിട്ട് റെഡിയാക്കിയിട്ടല്ല ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. ഇനി തിരിച്ച് വീഡിയോ എടുക്കാമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തു. അതാണ് ഞാൻ കൊറേ ആയി എന്താ പറഞ്ഞാലേ മോളില്ലാതെ. അപ്പൊ നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ ഒരു മടിയായിരുന്നു. സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് കേട്ടോ, സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. അപ്പൊ മോള് പറഞ്ഞു ഇന്നെ ചെയ്യും. എന്റെ മുഖം എന്തോ പോലെ ഉണ്ടല്ലേ. അമ്മക്കില്ലേ ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനെ അതിലെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഒരു മടി. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ എടുക്കമ്മ തുടങ്ങി. മോളിപ്പോ അതില് നല്ല ഗ്ലാമറായി. ഞാനിപ്പോ ഗ്ലാമറൊക്കെ പോയി. രണ്ട് മക്കളെ നല്ല ഗ്ലാമറായിക്കൊണ്ട് പോകണം. ചെറുപ്പക്കാരല്ല പിന്നെ ഗ്ലാമറായിക്കൊണ്ട് പോകും. അപ്പം അപ്പൊ നമ്മ വണ്ടി ഓൾറെഡി സ്റ്റാർട്ടാക്കി നിൽക്കുവാണ്. കുറച്ച് താഴെ ഇറക്കത്തിൽ പോയി കുറച്ച് എന്താ പറയാ കട്ട് റോഡിലൊക്കെ പോയിട്ട് അവിടെ ഡെലിവറി ആയിരുന്നു. അത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നല്ല ടാറിങ്ങിലേക്ക് കയറി നിൽക്കുവാണ്. ഇതിപ്പോ സംഭവം എന്താണെന്നറിയോ, ഞാൻ ഈ കാറില് നമ്മളെ ഇത് എന്താ പറയണ്ടേ, ഇത് മറ്റേ സ്റ്റാൻഡ് ഇല്ലേ, നമ്മള് മൊബൈൽ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതിന്റെ ഗമ്മൊക്കെ പോയി. ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ലല്ലോ, അതങ്ങനെ എടുക്കുന്നത് കുറവായത് കൊണ്ട് ഗമ്മൊക്കെ പോയി. അതിങ്ങനെ മൊബൈല് വെക്കുമ്പോഴത്തേക്ക് മൊബൈൽ ഇങ്ങനെ താഴെ വീണു. നീ എന്താ ചെയ്യുന്നത്? അപ്പം നമ്മളിവിടുന്ന് പോവാണ്. ഞാനൊരു നമ്മള് പോകുമ്പോ ഒരു ചെറിയൊരു വീഡിയോ എടുത്തായിരുന്നു. പക്ഷെ അത് നമ്മുടെ സ്വന്തം ഭാഷയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അത് അത് സംഭവം ഒന്നുമല്ല, നമ്മളെ ചെറിയ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന വീഡിയോ ആയിരുന്നു. പക്ഷെ ഇതും അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ സ്വന്തം ഭാഷയിലാണ്. മദർ ടങ്. പറഞ്ഞോ, ഞാൻ ചോദ്യം ചോദിക്കാം. നീ ചോദ്യം ചോദിക്കും, ഞാൻ ഉത്തരം പറ. ഓക്കെ, ചോദിച്ചോ. ഇത് അങ്ങനത്തെ റിലേറ്റഡ് ചോദ്യമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തിനാണ് ഇത്ര ഒരു ലോങ് ബ്രേക്ക് എടുത്തത്? അതാണ്. അപ്പൊ ഞാൻ ഇതില് ഹൈവേയിലേക്ക് ഒന്ന് കേറിയിട്ട് ഞാൻ പറഞ്ഞ പോരെ. ഒരു മിനിറ്റ് കേട്ടോ. ലോങ് ഹൈവേ ഒന്നും അല്ല കേട്ടോ. ഇതും ചെറിയ റോഡാണ്. ഇതിനേക്കാൾ ചെറിയ റോഡിൽ നിന്നാണ് കുറച്ചുകൂടി വീതി കൂടിയ റോഡിലേക്ക് കയറിയത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈവേയിലേക്ക് കയറും. അത് കുറച്ച് കഴിയണം. അതിനിടയ്ക്ക് നമ്മളൊന്ന് ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുക്കാൻ അവിടെയൊക്കെ നിന്നിട്ട് നല്ല സീനറി ഒക്കെ കാണുമ്പോഴത്തേക്കും അവിടെ നിർത്തും. അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചോദിച്ചോളൂ. എന്തുകൊണ്ടാണ് ബ്രേക്ക് എടുത്തത്? ഇത്രയും ലോങ് ആയിട്ടുള്ള ബ്രേക്ക് എടുക്കാൻ കാരണം? ബ്രേക്ക് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത് ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതിന് മുമ്പ്. പീരീഡ്സിന്റെ പ്രശ്നം ആയിട്ട് ബ്ലീഡിങ് ആയിട്ട് പിന്നെ യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇത് ഇങ്ങോട്ടല്ലേ അപ്പം അത് റിമൂവ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ ചെയ്ത് റെസ്റ്റ് ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് അതുവരെ അത് ഞാൻ പറഞ്ഞു വരട്ടെ. അതാണ് ഇത്രയും ലോങ് ആയിട്ട്
വീഡിയോ എടുക്കാനല്ലേ. പിന്നെന്ന് പറഞ്ഞാൽ സുഖമില്ലാണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊരു മൂഡില്ല ഉണ്ടാവില്ല, അതാണ് സംഭവം. പിന്നെ എല്ലാവർക്കും ഇത് ഡ്രൈവിംഗ് വീഡിയോ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെച്ചാൽ ഞാൻ വണ്ടി എടുത്ത് പോകുന്നത് കുറവാണ്. മുമ്പിലൊരു വണ്ടി വരുന്നുണ്ട്, ബാക്കിലൊരു വണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിന് ആ ബാക്കിൽ ക്യാമറ സ്റ്റാൻഡ് താഴെ പോയതാ. അപ്പൊ നമ്മുടെ സ്റ്റാൻഡ് താഴെ പോയി, അതിന്റെ കൂടെ ഫോണും പോയി. അങ്ങനെയാണ് ബാക്കിലത്തെ വണ്ടി ഹോൺ അടിച്ചോണ്ട് വരിക. അതിന് പോവാൻ വേണ്ടിട്ടുള്ള വഴി കൊടുക്കുമ്പോ അത് പോകുന്നില്ല. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. ആയിട്ടാ, വെയിറ്റ്, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ഒറ്റ മിനിറ്റ്. വീതി അങ്ങനെ വീതിയൊന്നും ഇല്ല. ഓക്കെ, തുടങ്ങാം. അപ്പൊ അതുകൊണ്ടാണ് ലോങ് ഒരു ബ്രേക്ക് വന്നത്. ഓക്കെ, അതിനുശേഷമുള്ള ഇപ്പം നിലവിൽ നമ്മളെ കറന്റ് സിറ്റുവേഷൻ. ഓക്കെ, അത് നിലവിൽ ഇപ്പൊ നമ്മള് വീട് പണി നടത്തുകൊണ്ട് നിൽക്കുവാണ്. വീട് പണി എന്ന് പറഞ്ഞാല് പുതിയ വീട് കിട്ടുന്നല്ല കേട്ടോ. നമ്മളെ വീട് ടൈൽസ് ഇടുന്നതാണ്. അപ്പൊ ടൈൽസ് ഇടുമ്പോ ചെറിയൊരു ഫ്രണ്ടിലത്തെ ഡോർ ചെറിയൊരു ഡോറായിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റി ആക്കിയിട്ട് അപ്പൊ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതാണ്. അപ്പൊ അങ്ങനെ മാറ്റിയിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുവാണ്. ഇപ്പൊ ടൈൽസ് ഇട്ടോണ്ടിരിക്കുവാണ് വീടിന്റെ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിന്റെ തിരക്കായി. അങ്ങനെയുള്ള ആകുമ്പോഴത്തേക്കിനും വീഡിയോ എടുക്കാനൊരു മടി, അതാണ് സംഭവം. നിങ്ങളെ മറന്നതല്ല കേട്ടോ ഗൈസ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ചേച്ചിയോടാണോ? ചേച്ചിക്കല്ല, എന്റെ അമ്മക്ക്. ചേച്ചിന്റെ കാര്യമൊന്നും അന്ന് ചേച്ചീനെ വീർപ്പിക്കുന്ന കൊറേ വീഡിയോ എടുത്തിട്ടേ. വീർപ്പിക്കുന്നത് അതെന്ത് സംഭവം? വീഴുന്നതാ. ഇതാണ് നമ്മളിവിടുത്തെ ഭാഷ. വീഴുന്ന വീഡിയോ എടുക്കല്ലോ. എന്ത് വീഴുന്ന വീഡിയോ? ബൈക്കിന്ന് വീഴുന്ന ഒരു വീഡിയോ എടുത്തിട്ട് കാറിന്ന് വീഴുന്ന വീഡിയോ, സ്കൂട്ടി വീഴുന്ന ഒരു വീഡിയോ എടുത്തിട്ട് കാറ് സ്റ്റോപ്പ് പോകുന്ന ഒരു വീഡിയോ എടുത്തിനി. അങ്ങനെ കൊറേ വീഡിയോ എടുത്തിനി. അപ്പൊ ഇന്നും അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണ്ടേ? ഇപ്പൊ ആ കാര്യത്തിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. അതെ, നമ്മളിപ്പോ വീഡിയോ എടുക്കുന്ന ഇപ്പം അത് ചേച്ചി ഓടിക്കും. പക്ഷെ ഈ റോഡിൽ എന്നെ വണ്ടി ഓടിപ്പിക്കുന്നില്ലേ എന്നാണ് ഒട്ടി ഉദ്ദേശിച്ചത് സംഭവം. അല്ലെങ്കിൽ എനിക്ക് ഓടിക്കണമെന്നുണ്ടാവുമ്പോ എന്നെ ഓടൂല. അപ്പൊ അതെന്ത് സംഭവം എന്ന് പറഞ്ഞാല് മോൾക്ക് ഇപ്പം ഓൾറെഡി ഇത് ലൈസൻസിന് വേണ്ടിട്ട് നമ്മള് കൊടുത്തിട്ടുണ്ട്. 18 വയസ്സായി. അപ്പൊ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീനിയർ അടിപൊളി. അപ്പൊ ആയിട്ടില്ല, കൊടുത്തിട്ടുണ്ട് നമ്മളത്. ഇപ്പൊ ഇനിയിപ്പൊ അതിന്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്യണം. ഇപ്പൊ ഓൾറെഡി അവള് കുഴപ്പമില്ലാണ്ട് ഓട്ടും, അത്യാവശ്യം നല്ല പോലെ ഓട്ടും. എച്ചെടുക്കണം, അതൊക്കെ പ്രാക്ടീസ് ചെയ്യണല്ലോ. മനസ്സിലായോ? പോരടി. ഒരു കാര്യം ശരിയില്ലാത്ത ബ്രേക്ക് ഇടുന്ന പിന്നെ മുമ്പ് വണ്ടി വരുമ്പോ ബ്രേക്ക് യൂസ് ചെയ്യാതെ ബ്രേക്ക് പിന്നെ എന്തിനില്ല ബ്രേക്കാ വീട്ടിലെത്തിയപ്പോ ബ്രേക്ക് ഇപ്പൊ മുമ്പത്തെ ഒരു വണ്ടി അതിന് കുട്ടികൾക്ക് പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. യോഗ്യ മണി യോഗ്യ മണി എന്താണ് രണ്ടാളെ കുശി പറഞ്ഞോണ്ടിരിക്കുന്നതിനിടക്ക്? പോട്ടെ പോട്ടെ, അതെല്ലാം വിട. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേച്ചിന്റെ മുഖം വേണ്ട. നെക്സ്റ്റ് വീഡിയോ റിക്ഷ ആവണം. നെക്സ്റ്റ് ഇനി എങ്ങനത്തെ വീഡിയോസ് ആണ് കൂടുതലും ചാനലിൽ കാണാൻ? അത് ചോദിച്ചിട്ടൊരു കാര്യമില്ല. നമ്മളൊരു കാര്യം ചെയ്യാ അനന്യ. എന്താ പറഞ്ഞാല് ഞാനിപ്പോ തിന്നതോ ഇറങ്ങിയത് കുടിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോസും നമ്മൾ ഇടേണ്ട പരിപാടിയിലാണുള്ളത്. ഞാനൊരു അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലുള്ളത്. ചിലക്ക് ഇഷ്ടമുള്ളവർ കാണാം, അല്ലെങ്കിൽ വെച്ചാല് മോർണിംഗ് റൊട്ടീനോ, ഉച്ചക്കുള്ളത്, പിന്നെ വൈകുന്നേരത്തത്, പിന്നെ പോകുന്നത്, പിന്നെ നമ്മൾ ഡെലിവറി കൊടുക്കാൻ പോകും കേട്ടോ. ഇപ്പം വെച്ചാൽ ഏട്ടൻ ഒറ്റയ്ക്ക് എല്ലാം മൊത്തത്തിൽ മാനേജ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇപ്പൊ തന്നെ ഏട്ടൻ ഇപ്പം കാസർഗോഡ് പോയിട്ടുണ്ട്. അപ്പം ആ ഭാഗത്തേക്ക് ഡെലിവറി ഉണ്ട്, ടൗണിലേക്ക്. അവിടെ ഒരു എന്താ
ഓഡിറ്റോറിയത്തിലേക്ക് ഡെലിവറി ചെയ്യുന്നത്. അപ്പൊ അവിടെ കൊടുക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. അപ്പം അതും ഇതും ഒരേ സമയം ആയതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നു, ഏട്ടൻ ആ ഭാഗത്തേക്ക് പോയി. അതാണ് സത്യം. അപ്പൊ ഇത് ഒരാൾക്ക് തന്നെ ഇത് ഡെലിവറി കൊടുക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാനും പോകും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഉള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുക്കാം എന്ന് വെച്ചിരിക്കുകയാണ്. സോറി. അപ്പൊ ചാലഞ്ച് വീഡിയോ എടുക്കൂലേ ഇനി? ഇനി ചാലഞ്ച് വീഡിയോ എടുക്കില്ല. അപ്പൊ അങ്ങനെയാണ് എല്ലാ വീഡിയോസും ചാലഞ്ച് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനെല്ലാം മോക്ക് വേറൊരു കാര്യമുണ്ട്. ഇപ്പം മോക്ക് ഇനിയിപ്പോ നാളെ തൊട്ട് ക്ലാസ് തുടങ്ങി. ക്ലാസ് മറ്റേ നീറ്റിന്റെ ക്ലാസ്സിന് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ് ഉണ്ട്. അതിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് രാത്രിയല്ലേ 8 മണി വരെ അല്ലേ. അപ്പം അവളെ കിട്ടാൻ വളരെ ചാൻസും ഇല്ല. അപ്പൊ നമുക്ക് ഇവക്ക് ഫുള്ള് സൺഡേ ഞായറാഴ്ച വരെ ഉണ്ട് ക്ലാസ് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നീറ്റിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രീ ആവും. അതിനുശേഷം അപ്പൊ എവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാ ബ്ലോഗും എങ്ങനെയുള്ളത് എല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം, അതായത് നമ്മളൊരു കന്നഡ ബ്രാഹ്മൺസ് ആണ്. അപ്പൊ നമ്മുടെ ചിട്ടകളും നമ്മളെ ഒന്ന് പോട്ടെ എന്നാലും ഉണ്ടല്ലോ കുറച്ച് എന്താ അവരുടേതായ ഇതുണ്ടല്ലോ, നമ്മളെ സ്റ്റൈലും നമ്മുടെ കറികളും നമ്മളെ ഇതും മൊത്തത്തില് ഇടാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പൊ ഈ വീഡിയോ തന്നെ ഒരു ഭയങ്കര ലോങ് ആയി പോയോ എന്നൊരു സംശയം ഇല്ലാനില്ല. എത്ര മിനിറ്റ് ആയി? ഇപ്പൊ നേരത്തെ ഒരു കട്ടാക്കിയില്ലേ വീഡിയോ? എന്റെ ഫോണ് താഴെ പോകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പം വീഡിയോ കൂടുതൽ ലെങ്തി ആക്കണ്ടല്ലേ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സത്യം പറഞ്ഞാൽ ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ ഹൈവേയിലേക്ക് കയറി. ഇവിടെ ഭയങ്കര റോഡ് പണി നടക്കുന്നതുകൊണ്ട് മൊത്തം എന്താ ഫുള്ളായിട്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണുള്ളത്. അപ്പം റിസ്ക് ആണ്. നമ്മള് ഇപ്പം ഇന്ന് തന്നെ വേറൊരു വീഡിയോ കൂടി എടുക്കും. നാളെ രാവിലത്തേക്കുള്ള വീഡിയോ ഇപ്പൊ എടുക്കും, മിക്കവാറും എടുക്കും. അപ്പൊ ഇവളെ കിട്ടാൻ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവളെ കിട്ടാൻ ചാൻസ് കുറവാണ്. അതെ നാളെ കഴിഞ്ഞ് കിട്ടൂല, നാളെ തന്നെ കിട്ടൂല. നിന്നെ കിട്ടൂലല്ല പറഞ്ഞത്, ഇവളെ. നിന്നെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇവളെ കിട്ടൂലെന്നല്ലേ പറഞ്ഞുള്ളൂ. നിന്നെ നീ കൂട്ടിക്കഴിഞ്ഞാൽ നീ ഒച്ചപ്പാടാക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു ഗൈസ്. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഇത് എന്താ വെച്ചാല് ഫോൺ സംസാരിച്ചോണ്ട് പോകുന്നൊന്നുമല്ലല്ലോ. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ടേക്ക് ഇറ്റ്, ബൈ ബൈ, ടാറ്റാ.